ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസോൺ. ഇന്ന് നമുക്ക് വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ചിട്ടുള്ള കളറൊന്ന് പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ വ്യത്യാസം വരുന്ന ഒരു നൈറ്റ് എന്താ പറയുക സീറോ ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വെറുതെ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ ആർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം 2 വീലർ ഓടിച്ച് പുറത്ത് പോകുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വെയിൽ കൊണ്ടിട്ട് നല്ല കരിവാളിപ്പായിരുന്നു. അപ്പോൾ അതിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നീട്ടിക്കൊണ്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ നമുക്കൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊരു ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇരട്ടി മധുരം അഥവാ ലിക്വറൈസ് എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡർ നമ്മുടെ എല്ലാ പച്ചമരുന്ന് കടകളിലും മേടിക്കാനായിട്ട് കിട്ടും. ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പുകളിലും ഇതുപോലെ ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇരട്ടി മധുരം മേടിച്ച് പൊടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് പൊടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പൊടിയാണ് കേട്ടോ മേടിച്ചത്. ഇനി ആ ഒരു പൊടി 2 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂണല്ല, ടേബിൾ സ്പൂണാണ്, അത് ആരും മറക്കരുത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി മിക്സ് ചെയ്തത് ചെറിയ തീയിൽ, അടപ്പ് നന്നായിട്ട് നേരിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. തിളച്ച് പോയിട്ട് നമ്മൾ ഒരുപാട് തീയിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫലമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പറയുന്നത്. ഒന്ന് സമയമെടുത്ത് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും കട്ടയായിട്ട് കുറുകിയൊന്നും വരില്ല. അതൊരു പൊടിയാണല്ലോ, മരത്തിൻ്റെ ഒരു വേരാണ്, ആ ഒരു പൊടിയാണ്. അപ്പോൾ ഈ ഒരു ഇതിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറുക്കി എടുത്തിട്ടുള്ള ഈ ഒരു സംഭവം നല്ല പോലെ, ഇപ്പം ഞാൻ അരിപ്പയിലാണ് അരിച്ചെടുത്തത്. അരിപ്പ് വെച്ച് അരിച്ചെടുക്കരുത്, ഒരു തുണിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് തുണിയിൽ അരിച്ചെടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു കട്ടൊക്കെ കാണാം, കുറച്ച് തരിതരി പോലെ കാണുന്നുണ്ട്. അത് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ്. വീട്ടിലുണ്ടാക്കിയത് വേണ്ട, ഇതുപോലെയുള്ള ജെല്ല് മേടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണല്ലോ. വീട്ടിലുണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം എടുത്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ലതുപോലെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു നൈറ്റ് സിറം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കയ്യിലും മുഖത്തും കഴുത്തിലും കാലിലും ഒക്കെ തേച്ചിട്ടാൽ മതി കേട്ടോ. 2 ദിവസം കൊണ്ട് നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരിസോൺ.